ജെൻസി പിള്ളേർ കൊറിയൻ സിനിമകളും പാട്ടുകളും നല്ലതുപോലെ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടിട്ട് ആ അൽഗോരിതം നോക്കിയിട്ട് ഡിസൈൻ ചെയ്തതുപോലത്തെ ഒരു സിനിമയാണ് ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ തമിഴ് സിനിമയായിട്ടുള്ള മെയ്ഡ് ഇൻ കൊറിയ. ഹിന്ദിയിൽ പണ്ട് വന്ന ക്വീൻ എന്ന പടത്തിന്റെ വേറെ ഒരു വേർഷൻ ആണ് എന്ന് പറയാവുന്ന പടമാണ് ഒരർത്ഥത്തിൽ പ്രിയങ്ക മോഹൻ അഭിനയിച്ചിട്ടുള്ള ഈ പടം. ഈ ഫിലിം നമുക്ക് തരുന്ന ഒരു ഫീൽ ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയെ ക്വീനുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ആ സിനിമയോടുള്ള അനാദരവായി പോവും. വളരെ ചീസി ആയിട്ടുള്ള മേക്കിങ്ങും ക്ലീഷേകൾ നിറഞ്ഞ ഒരു പ്ലോട്ടുമുള്ള ഈ പടത്തിന്റെ പേരിൽ കൊറിയയുടെ പേര് വെച്ചത് ഒരർത്ഥത്തിൽ ആ രാജ്യത്തോട് കാണിക്കുന്ന നീതികേടാണ്. തമിഴ്നാട്ടുകാരിയായിട്ടുള്ള സെംബയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ സെംബയ്ക്ക് സൗത്ത് കൊറിയയിൽ പോകാൻ കാര്യമായൊരു മോഹമുണ്ട്. ചെറുപ്പം തൊട്ടേ അറിയുന്ന മണി എന്ന ആളുമായിട്ട് സെംബയ്ക്ക് ഒരു പ്രണയമുണ്ട്. സെംബയുടെ കല്യാണക്കാര്യവും പറഞ്ഞ് വീട്ടുകാരാകപ്പാടെ പ്രഷറാക്കിയപ്പോൾ രണ്ടുപേരും കൂടി ചെന്നൈയിലേക്ക് ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ച് കൊറിയയിലേക്ക് പോയിട്ട് ഒരു പുതിയ ജീവിതം അവിടെ തുടങ്ങാനാണ് ആഗ്രഹം. നിർഭാഗ്യവശാൽ സെംബയ്ക്ക് മാത്രമേ കൊറിയയിലേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. ഭാഷ മര്യാദയ്ക്ക് അറിയാത്തൊരു രാജ്യത്ത് തമിഴ്നാട്ടിലെ ഇന്റർനെറ്റ് പോലും മര്യാദയ്ക്ക് കിട്ടാത്ത ഒരു കുഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടി എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. തന്റെ പാർട്ട്ണർ ഇല്ലാതെ ഒരു വിദേശ രാജ്യത്ത് കൾച്ചർ ഷോക്കിൽപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവിടെ വെച്ച് അവൾ ഒരു കൂട്ടം നല്ല മനുഷ്യരെ കണ്ടെത്തുന്നു. അവരോടൊപ്പമുള്ള ജീവിതം അവളെ കുറച്ചുകൂടെ സ്ട്രോങ് ആയ ഒരു ഇൻഡിവിജ്വൽ ആക്കുന്നു. വികാസ് ബേൽ സംവിധാനം ചെയ്തിട്ടുള്ള ക്വീനിൽ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. രാ കാർത്തിക്കിന്റെ മെയ്ഡ് ഇൻ കൊറിയയിൽ ഒരു 5 ബുള്ളറ്റ് പോയിന്റ് കഥയിൽ വെച്ചിട്ട് യാതൊരുവിധ സട്ടിലിറ്റിയും ഇല്ലാതെ പഴഞ്ചൻ ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെല്ലാം ചേർത്ത് വെച്ച് ഒരു കഥ ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. വയസ്സായ ഒരു സ്ത്രീയെ അവരുടെ ഒരുപാട് കാലത്തെ മോഹമായിട്ടുള്ള റെസ്റ്റോറന്റ് തുടങ്ങുക എന്ന കാര്യം യാഥാർത്ഥ്യമാക്കാൻ സെംബ സഹായിക്കുന്ന ഒരു സംഗതി ഈ സിനിമയുടെ കഥയിൽ വരുന്നുണ്ട്. ഈ സ്ത്രീയുടെ മക്കൾ അറിയാതെ സീക്രട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. പക്ഷേ ഈ സീക്രട്ട് പരിപാടിയുടെ എല്ലാ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട്. വിമൻ എംപവർമെന്റുമായിട്ട് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും തിരക്കഥയിൽ കുത്തിക്കയറ്റണമെന്ന് മാത്രമേ സംവിധായകനുള്ളൂ. ലോജിക്ക് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല. വളരെ ബേസിക്കായ ലെവലിൽ കിടക്കുന്ന എഴുത്താണ് ഈ സിനിമയ്ക്കുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ പടം കാണുന്നവർ അതിൽ ശ്രദ്ധിക്കണമെന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല. ഡയലോഗുകളിലൂടെ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിനിമ ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് അനായാസമാണ് മാറിക്കളിക്കുന്നത്. സൗത്ത് കൊറിയ പോലെ ഒരു സ്ഥലത്ത് റെസ്റ്റോറന്റ് തുടങ്ങാൻ ഇത്ര എളുപ്പമാണോ എന്ന് കാണുമ്പോൾ തോന്നിപ്പോകും. ബോധോദയം വന്ന് എംപവേർഡ് ആയി ജീവിതത്തിൽ എന്തൊക്കെയോ നേടുന്നതിന്റെ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഫീൽ ഗുഡ് ഐഡിയകൾ തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. പക്ഷേ കഥാസന്ദർഭങ്ങൾ കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ട് അവതരിപ്പിക്കാൻ സിനിമയുടെ തിരക്കഥയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പണമില്ലാതെ ഒരു വിദേശ രാജ്യത്ത് പെട്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് എന്ന രീതിയിലാണ് നമുക്ക് തോന്നുക. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഈ പണം ആംഗിളൊന്നും കഥയിൽ വലിയ വിഷയമേ അല്ല. വളരെ ഉഴപ്പം മട്ടിൽ കോൺഫ്ലിക്റ്റുകളിലൂടെ ഓടിച്ചു വിടുന്നത് പോലെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞ ഫീൽ ഗുഡ് മോട്ടിവേഷണൽ ഫീല് ഈ സിനിമയിലെ പാട്ടുകൾക്ക് ഒരു പരിധിവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവാരം കുറഞ്ഞ എഴുത്തായതുകൊണ്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള മെറ്റീരിയൽ ഒന്നും തിരക്കഥ പ്രിയങ്ക മോഹൻ കൊടുക്കുന്നില്ല. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് വിചാരിച്ചൊരു ഇമോഷൻ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ വല്ലപ്പോഴും വരുന്ന ഹ്യൂമർ ബിറ്റുകൾ മാത്രമാണ്. സ്ക്വിഡ് ഗെയിംസിലൊക്കെ ഉണ്ടായിരുന്ന ഹൈജിൻ പാർക്കാണ് സെംബ സഹായിക്കുന്ന പ്രായമുള്ള സ്ത്രീയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കൊറിയയിൽ വന്ന സെംബയെ സഹായിക്കുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് സി ഹുൻ ബേക്ക് ആണ്. ഇവർ 3 പേരും അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. സംഭവം കൊറിയയിലാണ് കഥ നടക്കുന്നതെങ്കിലും ഇതിലെ കൊറിയൻ കഥാപാത്രങ്ങളും പെർഫോം ചെയ്യുന്നത് ഒരുമാതിരി തമിഴ് സിനിമയുടെ മീറ്ററിലാണ്. പുതുമയുള്ള ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഈ സിനിമയുടെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. എഴുത്ത് അങ്ങേയറ്റം ബേസിക് ആയതുകൊണ്ട് ജെൻസി ഓഡിയൻസിനും ബൂമറുകൾക്കും ഈ പടത്തിൽ ഒന്നും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയില്ല. ചുമ്മാ ഒരു ഉച്ചപ്പടമായിട്ട് ഇരുന്ന് കാണാനുള്ള എലമെന്റ് പോലും ഈ സിനിമയ്ക്കില്ല. മാർക്കറ്റിന്റെ സൈസും അനലിറ്റിക്സും നോക്കിയിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ പോയാൽ ഭാവിയിൽ ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത തരം ഒരു ലോഡ് സിനിമകൾ ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സാമ്പിൾ ഡോസാണ് ഒരർത്ഥത്തിൽ മെയ്ഡ് ഇൻ കൊറിയ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്